എന്താണ് റൈനോപ്ലാസ്റ്റി? ഇപ്പൊ നമ്മൾ ആർക്കാണ് റൈനോപ്ലാസ്റ്റി പ്ലാൻ ചെയ്യേണ്ടത്? എങ്ങനത്തെയാണ് പേഷ്യൻസ് നമുക്ക് വരാറുള്ളത് എന്നൊക്കെ ഒന്ന്. സാധാരണഗതിയിൽ ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ എൻ്റെ ഒരു നിയർലി 20+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ തുടക്കത്തിലൊക്കെ റൈനോപ്ലാസ്റ്റിക്ക് വന്നിരുന്ന പേഷ്യൻസ് പലപ്പോഴും ഭയങ്കര എക്സ്റ്റേണൽ ഡിഫോമിറ്റി, വളഞ്ഞ മൂക്ക്, അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിന് ശേഷം ഉണ്ടാവുന്ന മൂക്കിന്റെ കോലക്കേടുകൾ അല്ലെങ്കിൽ ഡിഫോമിറ്റി, അവരൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായി. ഫുട്ബോൾ കളിച്ചിട്ടോ ക്രിക്കറ്റ് ഫ്രാക്ചർ ആയിട്ട് അങ്ങനെയുള്ളത് നേസൽ ബോൺ കറക്റ്റ് ചെയ്തിട്ടും വേണ്ടത്ര കറക്ഷൻ കിട്ടാത്ത ആൾക്കാര്. അതുപോലെ ചിലപ്പോ സെപ്റ്റൽ സർജറി, മൂക്കിന്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ ഒരു പാലം വല്ലാണ്ട് ചപ്പി മൂക്ക് പതിഞ്ഞിരിക്കുകയാണ്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളവരാണ് പൊതുവെ വന്നിരുന്നത്. ഇപ്പോ കുറച്ചുകൂടി മാറ്റമുണ്ട്. അതന്നെ, ഇപ്പൊ കുറച്ചും കൂടി അല്ല എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു 20-30% ഉള്ളൂ അത്തരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഒരു 70% ഇപ്പൊ നമ്മളടുത്ത് വരുന്നത് ചെറിയ ഡിഫോമിറ്റീസിന് വേണ്ടിയിട്ടാണ്. ഒന്നിൽ മൂക്കിന്റെ ടിപ്പ് മാത്രം അവരുദ്ദേശിക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ മൂക്കിന്റെ നേസൽ ബ്രിഡ്ജ് അവരുദ്ദേശിക്കുന്ന പോലെയല്ല, അത് കുറച്ചും കൂടെ ഒന്ന് ചപ്പിയിട്ട് കിട്ടണം അവർക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എലിവേറ്റ് ചെയ്തിട്ട് കിട്ടണം. ഇങ്ങനെ ഈ രണ്ട് നോസ്ട്രിൽസിന്റെയും ഈ ദ്വാരം സിമെട്രിക്കൽ അല്ല, ഒരേപോലെയല്ല, എനിക്കൊന്ന് കുറച്ച് കുറവൊന്ന് കൂടും. അത് മൈനർ ഡിഫോമിറ്റീസിനെ കുറിച്ച് പോലും ഇന്നത്തെ യങ് ജനറേഷൻ ബോധേഡാണ്. ലെങ്ത് കുറച്ച് നീളം അധികമുണ്ടോ, എന്റെ മുഖത്തിനനുസരിച്ച് സൈസ് കുറവാണോ, ഇതൊക്കെ ആൾക്കാർ ഭയങ്കര കൺസേൺഡ് ആണ്. പിന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ടും അതിനെപ്പറ്റി കോൺഷ്യസ് ആയിട്ട് വരുന്നവരും ഒക്കെ ഉണ്ട്. ഇന്നലെ അങ്ങനെ ഒരു പേഷ്യന്റ് വേറൊരാളുടെ ഫോഴ്സ് അവര് പറഞ്ഞ ഒരു ഇതില് എന്തോ നിന്റെ മൂക്കിനൊരു ഷേപ്പ് വ്യത്യാസം എന്താന്ന് ചോദിച്ചിട്ട് അത് അറിയാൻ വേണ്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ എന്ന് ചോദിച്ചിട്ട് ഇന്നലെ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ. പലപ്പോഴും നമ്മൾ അതുകൊണ്ട് തന്നെ ഈ റൈനോപ്ലാസ്റ്റി സർജറിക്ക് വേണ്ടി വരുന്ന പേഷ്യൻസിന്റെ അവരുടെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തേ പറ്റൂ. കാരണം അവരുടെ കൺസേൺ എന്താണ്, അവരുടെ കൺസേൺ ആണോ അതോ അവരുടെ ഫ്രണ്ടിന്റെ കൺസേൺ ആണോ, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറുടെ കൺസേൺ ആണോ, ഫാമിലിയുടെ കൺസേൺ ആണോ? പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് വരുമ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനെ കൂട്ടി വരും, അവരുടെ ഫാമിലി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയല് ഇതൊരു ഇറ്റ്സ് എ മേജർ ഡിസിഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലി അറിഞ്ഞിരിക്കണം, ഫാമിലി മെമ്പേഴ്സിനെ കൂട്ടി വരണം എന്ന് പറയാറുണ്ട്.